കിംസ് ഹെൽത്ത് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു 4PM ന്യൂസ് ബഹ്റൈൻ അപ്ഡേറ്റ്. സപ്പോർട്ടഡ് ബൈ ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച്, അൽ ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ്, ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സ്, ഗോൾഡ് സിറ്റി, മനാമ. നമസ്കാരം. ഇന്ന് 2025 മാർച്ച് 15 ശനിയാഴ്ച 4PM ന്യൂസ് ബഹ്റൈൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. പൂർണ്ണമായും തദ്ദേശീയമായി നിർമ്മിച്ച ബഹ്റൈൻ്റെ ഉപഗ്രഹം അൽമുന്തിർ വിജയകരമായി വിക്ഷേപിച്ചു. ട്രാൻസ്പോർട്ടർ 13 മിഷന്റെ ഭാഗമായ ഉപഗ്രഹം ബഹ്റൈൻ സമയം രാവിലെ 9:39 US-ലെ കാലിഫോർണിയയിലെ വാൻഡൻബർഗ് സ്പേസ് ഫോഴ്സ് ബേസിൽ നിന്നാണ് വിക്ഷേപിച്ചത്. ബഹ്റൈൻ്റെ അൽമുന്തിർ ഉൾപ്പെടെ ഏകദേശം 40 പേലോഡുകൾ വഹിച്ചുകൊണ്ടാണ് സ്പേസ് എക്സ് ഫാൽക്കൺ 9 റോക്കറ്റ് കുതിച്ചുയർന്നത്. പേലോഡ് റോക്കറ്റിൽ നിന്ന് വേർപെടുത്തുന്നതിന് മുമ്പ് ടേക്ക് ഓഫിൽ തുടങ്ങി 3 പ്രധാന ഘട്ടങ്ങളായാണ് ഈ ദൗത്യം വികസിക്കുക. രാജ്യത്തെ കാലാവസ്ഥ, പരിസ്ഥിതി, കര, കടൽ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളും ഡാറ്റകളും വിശകലനം ചെയ്യാൻ നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെയാണ് ഉപഗ്രഹം നിർമ്മിച്ചത്. ചിത്രങ്ങൾ പകർത്താൻ റെസല്യൂഷൻ ക്യാമറകൾ ഉപഗ്രഹത്തിൽ സ്ഥാപിച്ചിട്ടുണ്ട്. വായുവിൻ്റെ ഗുണനിലവാരം, അന്തരീക്ഷത്തിൻ്റെ എണ്ണച്ചോർച്ച, മേഘങ്ങളുടെ ചലനം എന്നിവയെക്കുറിച്ചുള്ള വിലപ്പെട്ട വിവരങ്ങൾ അൽമുന്തിർ ശേഖരിക്കുമെന്നും ഇത് കാലാവസ്ഥാ നിർണ്ണയത്തിനും പരിസ്ഥിതി സംരക്ഷണത്തിനും പ്രധാന ഹേതുവാകുമെന്നും നാഷണൽ സ്പേസ് സയൻസ് ഏജൻസി അധികൃതർ അറിയിച്ചിരുന്നു. 2022 രാജ്യം ആദ്യമായി വിക്ഷേപിച്ച ലൈറ്റ് 1ന്റെ വിജയത്തെ തുടർന്നാണ് അൽമുന്തിർ പദ്ധതി ആവിഷ്കരിച്ചത്. രാത്രിക്കും പകലിനും ഒരേ ദൈർഘ്യമെന്ന അസാധാരണ പ്രതിഭാസത്തിന് ഇന്ന് ബഹ്റൈൻ സാക്ഷിയാവുകയാണ്. പ്രമുഖ ജ്യോതിശാസ്ത്രജ്ഞൻ മുഹമ്മദ് റിഥ അൽ അസ്ഫൂറാണ് ഇന്നത്തെ രാത്രിക്കും പകലിനും ഒരേ ദൈർഘ്യമായിരിക്കുമെന്ന് അറിയിച്ചത്. 12 മണിക്കൂർ വീതമാണ് രാവും പകലും ഉണ്ടാവുകയെന്ന് അദ്ദേഹം പറഞ്ഞു. പുലർച്ചെ 5:46 ഉദയവും അസ്തമയം വൈകിട്ട് 5:46 ഉണ്ടായത്. മാർച്ച് 20 മുതൽക്കാണ് ബഹ്റൈനിൽ വസന്തകാലം ആരംഭിക്കുക. 92 ദിവസവും 17 മണിക്കൂറും 40 മിനിറ്റുമായിരിക്കും വസന്തകാല സീസൺ. അടുത്ത വർഷം റമദാൻ മുഴുവനായും ശീതകാലത്തായിരിക്കുമെന്നും 2030 വരെ ഇത് തുടരുമെന്നും അൽ അസ്ഫൂർ വ്യക്തമാക്കി. ബഹ്റൈൻ മലയാളി ഫോറം 2025-2026 പ്രവർത്തന വർഷത്തെ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു. ബഹ്റൈൻ കേരളീയ സമാജം പ്രസിഡന്റ് PV രാധാകൃഷ്ണപിള്ള ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ BMF പ്രസിഡന്റ് ദീപ ജയചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. എഴുത്തുകാരി ഷബിനി വാസുദേവ്, SV ബഷീർ, ബഹ്റൈൻ മലയാളി ഫോറം രക്ഷാധികാരി ബാബു കുഞ്ഞിരാമൻ, സോമൻ ബേബി, ACA ബക്കർ എന്നിവർ ആശംസകൾ നേർന്നു. സുരേഷ് വീരച്ചേരി സ്വാഗതവും അബ്ദുൾ സലാം നന്ദിയും അറിയിച്ചു. അന്തരിച്ച ഗായകൻ P ജയചന്ദ്രനുള്ള സമർപ്പണമായി സുകേഷിന്റെ നേതൃത്വത്തിൽ ഗായകരായ ഉണ്ണികൃഷ്ണൻ, അനിൽകുമാർ, ദിനേശ് ചോമ്പാല, എൽദോ, അജയഘോഷ്, രഞ്ജിത്ത്, വൃന്ദ, ജോസ്ന, റസാഖ്, ബെവ്, സുഗതൻ, വിശ്വവിനോദിനി, വിവേക്, റോബിൻ, വിദ്യ, സന്തോഷ് നാരായണൻ, വിശ്വൻ എന്നിവർ ഭാവഗാനങ്ങൾ ആലപിച്ചു. ബഹ്റൈൻ പ്രതിഭ റിഫ മേഖല നടത്തുന്ന അരങ്ങ് 2K25ന്റെ ഭാഗമായി മേഖലാ ലൈബ്രറി കമ്മിറ്റി നേതൃത്വത്തിൽ പുസ്തക ചർച്ച നടത്തി. PV ഷാജി കുമാറിന്റെ മരണവംശം എന്ന നോവലിനെ കുറിച്ച് നടത്തിയ ചർച്ചയുടെ ഉദ്ഘാടനം പ്രവാസി എഴുത്തുകാരൻ യഹിയ മുഹമ്മദ് നിർവഹിച്ചു. PK ഷിജി സ്വാഗതം പറഞ്ഞു. ജോയിന്റ് സെക്രട്ടറി രഞ്ജു ഹരീഷ് അധ്യക്ഷത വഹിച്ചു. KV മഹേഷ്, KP രാജീവ്, നിഷാദ് എന്നിവർ സംസാരിച്ചു. സമകാലീന സാമൂഹിക വ്യവസ്ഥയിൽ നോവലിന്റെ പ്രസക്തിയെക്കുറിച്ചും വായനാ അനുഭവത്തെക്കുറിച്ചും ചർച്ച ചെയ്തു. അൻവർ, ദിനേശൻ എന്നിവർ റിഫ ലൈബ്രറിയിലേക്ക് പുസ്തകങ്ങൾ നൽകി. VK ഷിജി സ്വാഗതവും ദിനേശൻ മയ്യന്നൂർ നന്ദിയും പറഞ്ഞു. ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സ് ബഹ്റൈൻ നിങ്ങൾക്കായി നൽകുന്നു സ്പെഷ്യൽ ഓഫറുകൾ. 22 കാരറ്റ് ആഭരണങ്ങൾക്ക് പണിക്കൂലി 3.3% മുതൽ 21 കാരറ്റ് 18 കാരറ്റ് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 25% വരെ കിഴിവ്. ഡയമണ്ട് ആഭരണങ്ങൾക്ക് 50% വരെ വിലക്കിഴിവ്. ഇന്ന് തന്നെ സന്ദർശിക്കൂ ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സ്, ഗോൾഡ് സിറ്റി, മനാമ, ബഹ്റൈൻ. ബഹ്റൈനിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ.
വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. ലുലു മണി, സ്നേഹപൂർവ്വം. ബഹ്റിനിലെ മലയാളി കുടുംബങ്ങളുടെ കൂട്ടായ്മയായ ബഹ്റിൻ മലയാളി കുടുംബം റംദാൻ മാസത്തിലെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി തൊഴിലാളികൾക്കൊപ്പം ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. അറാദിലെ ഷിപ്പിംഗ് കമ്പനിയിലെ തൊഴിലാളികളുടെ താമസ സ്ഥലത്ത് സംഘടിപ്പിച്ച ഇഫ്താർ സംഗമത്തിൽ 175ഓളം തൊഴിലാളികൾ പങ്കെടുത്തു. സഹകരിച്ചവരോട് ഉപദേശക സമിതി അംഗവും ഇഫ്താർ മീറ്റ് കോർഡിനേറ്ററുമായ അബ്ദുൾ റഹ്മാൻ കാസർഗോഡ്, പ്രസിഡന്റ് ധന്യ സുരേഷ്, സെക്രട്ടറി രാജേഷ് രാഘവ് ഉണ്ണിത്താൻ, ആക്ടിംഗ് ട്രഷറർ പ്രദീപ് കാട്ടിൽപ്പറമ്പിൽ എന്നിവർ നന്ദി അറിയിച്ചു. ICF ബഹ്റിൻ ഉംറ സർവീസിന് കീഴിലുള്ള റമദാനിലെ രണ്ടാമത്തെ ഉംറ സംഘത്തിന് യാത്രയയപ്പ് നൽകി. ICF നാഷണൽ പ്രസിഡന്റ് അബൂബക്കർ ലത്തീഫി കൊടുവള്ളി, മുസ്തഫ ഹാജി കണ്ണപുരം, ഇബ്രാഹിം സഖാഫി, ഷംസുദ്ദീൻ സഖാഫി എന്നിവർ നേതൃത്വം നൽകി. ICF ഉംറ സർവീസിന് കീഴിലുള്ള അടുത്ത സംഘം മാർച്ച് 20-നും ഈ സീസണിലെ അവസാന സംഘം ഏപ്രിൽ 3-നും യാത്ര തിരിക്കുമെന്നും വിശദ വിവരങ്ങൾക്ക് 38859029 33372338 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാമെന്നും ഭാരവാഹികൾ അറിയിച്ചു. തുമ്പക്കുടം തുമ്പമൺ പ്രവാസി അസോസിയേഷന്റെ എക്സിക്യൂട്ടീവ് മെമ്പറായിരുന്ന പ്രകാശ് കോശിക്കും കുടുംബത്തിനും അസോസിയേഷൻ യാത്രയയപ്പ് നൽകി. ജോജി കോമാട്ടത്ത് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സെക്രട്ടറി കണ്ണൻ സ്വാഗതവും വർഗീസ് മോഡിയിൽ, മോൻസി വർഗീസ്, ബാബു കൈതവന, അനിൽ കോന്നാത്ത് എന്നിവർ ആശംസകളും നേർന്നു. തുടർന്ന് അസോസിയേഷന്റെ ഉപഹാരം കൈമാറി. അജീഷ് നന്ദി രേഖപ്പെടുത്തി.